ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ലെവലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ NCERT 9th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ ആണ് നോക്കുന്നത്. 2020-21 സിലബസിൽ ഇതിൽ കുറച്ച് ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം റിമൂവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ സിലബസിലുള്ള ഭാഗം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ്. ഞങ്ങൾ നേരത്തെ ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ കയറി കാണണം കേട്ടോ. തുടർന്ന് ഞങ്ങളിടുന്ന ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതോടെ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ആയ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പോർഷനാണ് ഈ തവണത്തെ സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന. നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതിൻ്റെ നിർമ്മാണവും അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളും അതിൻ്റെ പ്രത്യേകതയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തിനാണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ? ഒരു രാജ്യത്ത് പല കാറ്റഗറീസിലുള്ള ആൾക്കാർ കാണും. നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ പല ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്, പല കൾച്ചർ ഉള്ളവരുണ്ട്, പല കാറ്റഗറീസിലുള്ളവരുണ്ട്. ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ, രാജ്യത്തിൽ ഒറ്റക്കെട്ടായി നിർത്തി എല്ലാ കാര്യത്തിലും ഒരുപോലെ കണ്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമാണ്. ഇവിടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. കാരണം എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പല കാറ്റഗറീസിലുള്ള ആൾക്കാർക്കും ഒരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ തമ്മിലൊരു കോർഡിനേഷനും ഒരു ട്രസ്റ്റും ഒക്കെ നിലനിർത്താൻ ഈ കോൺസ്റ്റിറ്റ്യൂഷന് കഴിയുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് എങ്ങനെ ഭരിക്കണം, എങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം ഗവൺമെൻറ് എങ്ങനത്തെ തീരുമാനം എടുക്കണം. നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിന് പവർ ഉണ്ട്, അധികാരമുണ്ട്. അപ്പോൾ എന്ത് വേണോ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെൻറ്റിന് ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്, ഒരു പരിധി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിന്. അപ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിന് അങ്ങ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ എന്താണ്, നിയമത്തിനനുസരിച്ച് മാത്രമേ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ പവറിന് ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും, ഓരോ സിറ്റിസനും അവരുടേതായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഗവൺമെന്റിന് ഒരിക്കലും ലോ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ജനങ്ങളുടെ അഭിലാഷം ഇത് എക്സ്പ്രസ് ചെയ്യുന്നു. അതായത് ഒരു നല്ല സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ജനാധിപത്യ രാജ്യമാണ്. സോ നമ്മുടെ രാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് നോക്കാം. മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു ടൈമിലാണ് ഇന്ത്യയിൽ പാർട്ടീഷൻ ഉണ്ടായത്. പാകിസ്ഥാനായിട്ടും ഇന്ത്യ ആയിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ആ ഒരു ടൈമിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. രണ്ട് രാജ്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭയാർത്ഥികൾ പോവുകയുണ്ടായി. ഈ ടൈമിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. മൊത്തത്തിൽ രാജ്യത്ത് അന്നൊരു ട്രാജിക് സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം ബ്രിട്ടീഷേഴ്സ് അന്ന് നമുക്കറിയാലോ, ഒറ്റ രാജ്യമായിട്ട് ഇന്ത്യ എന്നൊരൊറ്റ രാജ്യം അന്നില്ല. അന്ന് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരെ എല്ലാം സ്വതന്ത്രമാക്കിയിട്ട് പോയപ്പോൾ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ യോജിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് തന്നെ നിൽക്കാം എന്നൊരു സ്റ്റാൻഡാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ ടൈമിൽ തന്നെ പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാലോ, പാകിസ്ഥാൻ ആ ടൈമിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ പാകിസ്ഥാൻ സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അന്നത്തെ ആ സമയത്തുണ്ടായിരുന്ന ഭരണശില്പികൾ അല്ലെങ്കിൽ ഭാവിയിലെ ഭരണശില്പികൾക്കെല്ലാം
എന്താണ് ഒരു ടെൻഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അവർ ആങ്ഷ്യസ് ആയിരുന്നു, ഇനി നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കും, കാരണം ഇത്രയും പ്രശ്നം നടക്കണം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത്രയും ശക്തമായിരിക്കണം, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടുള്ളതായിരിക്കണം, നാളെ എങ്ങനെയായിരിക്കണം, നാളത്തെ ഇന്ത്യ വാർത്തെടുക്കേണ്ടത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അവർ അത്രയും നല്ല രീതിയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അന്നുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് വളരെയധികം ചിന്തിച്ചിരുന്നു. ദ പാത്ത് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള വഴി, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ആ വഴി നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നൂറ്റാണ്ടുകൾക്ക് നീണ്ടു നിന്ന ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഒരുപാട് പ്രയത്നത്തിനും സമരത്തിനും ഒടുവിലാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. നമ്മുടെ സ്ട്രഗിൾസ്, ഈ സമരങ്ങൾ എന്ന് പറയുന്നത് ഈ ഫോറിൻ റൂളിനെതിരായിട്ട് മാത്രമല്ലായിരുന്നു, ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് മാത്രമല്ലായിരുന്നു, പുതിയൊരു ഇന്ത്യക്ക് വേണ്ടി, പുതിയ നല്ല രീതിയിലുള്ള നല്ല സൊസൈറ്റി ഉള്ള ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടും കൂടിയായിരുന്നു സ്ട്രഗിൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഫ്യൂച്ചർ ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന രീതിയിൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൽ പലർക്കും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഡെമോക്രാറ്റിക് ആയിരിക്കണം, എല്ലാവരും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന രീതിയിലുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അന്നത്തെ ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ അതിനാദ്യം ഡെവലപ്പ് ചെയ്യാൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. 1928 മോത്തിലാൽ നെഹ്റു, അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫാദറാണ് മോത്തിലാൽ നെഹ്റു. അദ്ദേഹവും മറ്റ് 8 കോൺഗ്രസ് നേതാക്കളും കൂടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1931 കോൺഗ്രസിൻ്റെ കറാച്ചി സെഷനിൽ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഈ രണ്ടിലും കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് സാർവത്രിക വോട്ടവകാശം, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി, പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. അതായത് ഈ കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള ബേസിക് വാല്യൂസൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ ചില സംഭവങ്ങളും ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് ആ ടൈമിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം വോട്ടിംഗ് റൈറ്റോട് കൂടി 1937 ഒരു എലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് ആ ലെജിസ്ലേറ്റീവ് പ്രോസസ്സും ആ ഇലക്ഷൻ്റെ പ്രോസസ്സും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് വർഷത്തെ ചിന്തയുടെയും പ്രയത്നങ്ങളുടെയൊക്കെ ബലമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ അതിൻ്റേതായ ബെനിഫിറ്റും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് മറ്റ് കൺട്രികളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കടമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ യൂസ് ചെയ്യല്ല ചെയ്തത്, അത് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ ഉതകുന്ന രീതിയിൽ മാറ്റിയിട്ട് ഒരുപാട് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത് USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റം എടുത്തിട്ടുള്ളത്, അതായത് ഈ പാർലമെൻറ്റ്സ്, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ആ ഒരു സിസ്റ്റം ഒക്കെ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഇമിറ്റേറ്റ് അല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന് അത് എങ്ങനെ സ്യൂട്ടാവോ ആ രീതിയിൽ മാറ്റിയാണ് അതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ഇലക്റ്റഡ് മെമ്പേഴ്സ് അടങ്ങുന്ന ആ ഒരു ബോഡിയെ ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇതിൽ മെമ്പേഴ്സ് ആയിരുന്നു. അവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ചെറുതായിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജയ്പാൽ സിംഗ്, HC മുഖർജി, പിന്നെയുണ്ട് താഴോട്ട് അടുത്ത നെക്സ്റ്റ് പേജിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ഷൻ നടന്നത് 1946 ജൂലൈയിലായിരുന്നു. ദെൻ ആ മെമ്പേഴ്സിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1946 ഡിസംബറിലായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ആയി. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നു, 2 രാജ്യങ്ങളായിട്ട് മാറി. സോ ഈ പാർട്ടീഷൻ്റെ ബേസിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് പാകിസ്ഥാൻ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ഹീസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിട്ട് സ്പ്ലിറ്റ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ 299 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തത് നവംബർ 26, 1949 ഈ നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, നാഷണൽ ലോ ഡേ എന്നൊക്കെ അറിയപ്പെടുന്നത്. ബട്ട് അത് എഫക്റ്റിൽ വന്നത് 1950 ജാനുവരി 26 സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 70 വർഷത്തോളമായി. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു? അതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇത് അതിലെ മെമ്പേഴ്സിൻ്റെ മാത്രം അവരുടെ അഭിലാഷങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ഒരു സൊസൈറ്റിയുടെ മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരുടെ മൊത്തം അഭിലാഷങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കൂടെ കരുതി തയ്യാറാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണിത്. പല രാജ്യങ്ങളും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റീറൈറ്റ് ചെയ്തിരുന്നു. കാരണം അവർക്ക് പിന്നീടായപ്പോൾ അവരുടെ സൊസൈറ്റിക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് റീറൈറ്റ് ചെയ്തിരുന്നു. പല സ്ഥലത്തും അത് വെറും പേപ്പേഴ്സായിട്ട് മാത്രം റിമൈൻ ചെയ്യുകയാണ്. അതായത് അവർ വെറും പേപ്പർ മാത്രമായിട്ട് ഇരിക്കുകയാണ്. അത് അവരുടെ സൊസൈറ്റിയിലോ റൂൾസിലോ അതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കാര്യം അതല്ല. നമ്മുടെ രാജ്യത്തെ സ്ഥിതി അതല്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. ചില വളരെ റെയറായിട്ട് ചില പാർട്ടീസോ ചില അതോറിറ്റീസോ അതിനെതിരായിട്ട് സംസാരിക്കാറുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ പീപ്പിളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അക്സെപ്റ്റൻസിൻ്റെ മറ്റൊരു റീസണാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പേഴ്സ് ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാരെ പ്രതിനിധീകരിച്ചിട്ടുള്ളതായിരുന്നു. അതായത് ആ ടൈമിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഒന്നും ഇല്ല. അതായത് ഓരോ സ്ഥലത്തെയും നമ്മളിപ്പോൾ പറയും പോലെ MLA, MP അങ്ങനെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഒന്നും ഇല്ല. എന്നിരുന്നാലും അന്ന് ഉണ്ടായിരുന്ന ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ നാട്ടുരാജ്യങ്ങളുടെയും ഓരോ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ മെമ്പേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ്സിലെ മെമ്പേഴ്സ് ആയിരുന്നു. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിനെ നയിച്ചത് അവരായിരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ തന്നെയും പല പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിലുള്ളവരും പല ഒപ്പീനിയൻസ് ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് വഴിയാണ്. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ, അതുവരെയും നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് നടന്നിട്ടില്ല. അതായത് പല ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ, പല കാസ്റ്റിലുള്ളവർ, പല ലാംഗ്വേജ് സംസാരിക്കുന്നവർ, പല ക്ലാസ്സിലുള്ളവർ, പല റിലീജിയൻസിലുള്ളവർ എല്ലാവരിൽ നിന്നും റെപ്രസെൻ്റ് ചെയ്ത ആൾക്കാർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ഒരുപാട് ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടമായിരുന്നു ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരുടെയും അഭിലാഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, എല്ലാവരുടെയും താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല. എല്ലാവരും ഉള്ളപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമായ കുറേ ബേസിക് പ്രിൻസിപ്പിൾസ് ഡിസൈഡ് ചെയ്തു. എന്നിട്ട് അതെല്ലാവരും എഗ്രി ചെയ്ത ബേസിക് പ്രിൻസിപ്പിൾസ് ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. എന്നിട്ട് അത് ഡിസ്കഷന് വെച്ചു. ആ ഡ്രാഫ്റ്റിനെ പിന്നെ ഒരുപാട് ഡിസ്കഷൻ നടത്തി. അതിൽ ഓരോ ക്ലോസും എടുത്ത് പഠനം നടത്തി ഡിസ്കഷൻസ് നടത്തി. ദെൻ ആ ഡിസ്കഷൻസിൽ ആദ്യം ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി. ഏകദേശം 2000-ലധികം അമെൻമെൻറ്റ്സ് മീൻസ് ഭേദഗതികൾ നടത്തി. അങ്ങനെ ഏകദേശം 3 വർഷത്തിൽ തന്നെ 114 ദിവസം പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്നാണ് പറയുന്നത്. അത് 12 ബൾക്കി വോളിയൂംസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരുന്ന ടൈമിൽ ഇതെടുത്തിട്ടാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതെന്ന്. നമ്മുടെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പേഴ്സ് കുറേ നാളത്തെ പ്രയത്നത്തിന് ശേഷം, അത് തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ കമ്മിറ്റീസൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെ അത്, പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി, അങ്ങനെ കുറച്ച് കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവരെല്ലാം വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്, ഗൈഡിങ് വാല്യൂസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ്ലി അതിൻ്റെ പ്രിയാമ്പിളിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ മീൻസ് അതിൻ്റെ ആമുഖത്തിൽ ഡയറക്റ്റ്ലി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിനിടയ്ക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു മെമ്പർ അല്ലായിരുന്നു. ബട്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പേര് അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല 1931 അദ്ദേഹത്തിൻ്റെ മാഗസീനായ യങ് ഇന്ത്യയിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയൊക്കെ വേണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ചുരുക്കം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ആഗ്രഹിച്ച ഇന്ത്യയിൽ ഹൈ ക്ലാസ് ലോ ക്ലാസ് എന്ന ഡിഫറൻസ് ഇല്ല, പാവപ്പെട്ടവനും പണക്കാരനും എന്ന ഡിഫറൻസ് ഇല്ല, എല്ലാവരും ഈക്വലായിട്ട് പോകണം, എല്ലാ കമ്മ്യൂണിറ്റീസും ഒരുപോലെ പോകണം, ഇവിടെ അൺടച്ചബിലിറ്റിയും അതുപോലെ തന്നെ ടോക്സിക് ഡ്രിങ്ക്സും ഒന്നും ഉപയോഗിക്കാത്ത ഒരു സമൂഹം ഉണ്ടായിരിക്കണം, സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ സെയിം റൈറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഇന്ത്യ. അതായത് ഇൻഇക്വാലിറ്റി എലിമിനേറ്റ് ചെയ്യണം, എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ യങ് ഇന്ത്യയിൽ എഴുതിയിരുന്നത്. ദെൻ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവിലേക്ക് വരാം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്ന് രാത്രിയിൽ, അതായത് 1947 August 15 midnight അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് നടത്തുകയുണ്ടായി. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് വാല്യൂസ് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോൾ എന്നറിയപ്പെടുന്ന, ആത്മാവെന്നറിയപ്പെടുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ്. അതിലെന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അതിന് ഉള്ളടക്കം എന്താണെന്നും കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കൂ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൻസ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് നമ്മളെല്ലാവരും ഇന്ത്യയിലെ എല്ലാ പീപ്പിളിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യക്കാരായ നമ്മൾ എങ്ങനെയാണ് എന്നാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ആ വേർഡ്സ് സൂചിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്, സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്നാണ് പറയുന്നത്. സോവറിൻ എന്താണെന്ന് നോക്കാം. സോവറിൻ മീൻസ് പരമാധികാരം. സോ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇവിടെ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരമുള്ളത്, ഇന്ത്യക്കാർക്കാണ്. അല്ലാണ്ട് പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബോഡിക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവറിനോ അതിൽ അവകാശം ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യക്കാർക്കാണ്. ദാറ്റ് ഈസ് സോവറിൻ. ദെൻ സോഷ്യലിസ്റ്റ്, വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് സോഷ്യലി ആയിരിക്കണമെന്നും അതോടൊപ്പം തന്നെ അതിൻ്റെ ഷെയർ എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണം എന്നുമാണ് പറയുന്നത്. ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഒരു ലാൻഡ്, അതായത് നമ്മൾ ഇന്ത്യയിലുള്ള വെൽത്ത് അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലായിട്ട് വേണം. ഒരാളുടെ കയ്യിൽ ഒരുപാട് ലാൻഡൊന്നും വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അതിൻ്റെ ഓണർഷിപ്പിൽ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് സോഷ്യോ എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് ഒക്കെ മാറിയിട്ട് എല്ലാ ആൾക്കാരും ഈക്വലായിട്ട് ഇരിക്കണം. ദെൻ സെക്യുലാർ, മതേതരത്വം. നമ്മുടെ ഇന്ത്യൻ സിറ്റിസന് ഇഷ്ടമുള്ള റിലീജിയൻ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ ഏത് മതം വേണോ നമുക്ക് സ്വീകരിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. എല്ലാ റിലീജിയൻ്റെയും വിശ്വാസങ്ങളെയെല്ലാം നമ്മളെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡെമോക്രസി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതായത് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടുത്തെ എല്ലാവർക്കും ഈക്വലായിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ആരും മുക്തരല്ല. മാത്രമല്ല ഒരാൾ സ്പെഷ്യൽ ആണ് എന്ന രീതിയിൽ ആരെയും മാറ്റി നിർത്തപ്പെടുന്നില്ല. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും എല്ലാവർക്കും ഈക്വൽ ശിക്ഷയാണ് നമ്മുടെ രാജ്യത്ത് പറയുന്നത്. ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതാണെങ്കിലും ചില നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതെല്ലാം തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല.
ഓക്കെ, അങ്ങനെയൊക്കെയുള്ള രാജ്യത്തെയാണ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്നത്. ദെൻ റിപ്പബ്ലിക്. ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ. അതായത് നമ്മുടെ രാജ്യത്തിന്, ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന രാഷ്ട്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇലക്ട് ചെയ്യപ്പെട്ട ആളാണ്. അല്ലാണ്ട് നമുക്കറിയാം തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു ഭരണമൊന്നുമല്ല. അതായത് ഇപ്പോൾ ഹെഡ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഭരണമേൽക്കുക, അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള ആൾ ഭരണമേൽക്കുക, രാജാവിൻ്റെയൊക്കെ ഭരണം പോലെ, അതുപോലെയല്ല ഇവിടെ. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഹെഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇലക്ഷൻ നടത്തിയാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നത്. അതായത് നമുക്കിവിടെ ഇലക്ഷൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്, ജനങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് താഴെയോട്ട് ഇൻട്രൊഡക്ഷനിൽ തന്നെ കുറച്ച് താഴെ കുറച്ച് കീവേഡ്സ് പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജസ്റ്റിസ്. ജസ്റ്റിസ് മീൻസ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതായത് ഒരു വ്യക്തിയെ മാറ്റി നിർത്താൻ പാടില്ല, ഒരു വ്യക്തിയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇയാൾ ഇന്ന കാസ്റ്റാണ്, ഇയാൾ ഇന്ന റേസാണ്, ഇന്ന ലാംഗ്വേജാണ് സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. ഓൾ ആർ ഈക്വൽ. സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി ഓൾ ആർ ഈക്വൽ. സോ അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. ദെൻ ലിബർട്ടി. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ ആൻഡ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതായത് നമുക്കുള്ള സ്വാതന്ത്ര്യമാണ് ലിബർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണിത്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ലംഘിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത രീതിയിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം, നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഏതെങ്കിലും മതത്തിലോ എന്തെങ്കിലും കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനെ വർഷിപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു റീസണും കൂടാതെ ഈ സ്വാതന്ത്ര്യത്തെ ഒന്നും ഹനിക്കാൻ ഗവൺമെൻറ്റിനോ മറ്റൊരു അതോറിറ്റീസിനോ അവകാശം ഇല്ല. പക്ഷേ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്തു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ജയിലിൽ പിടിച്ചിടും. അപ്പം നമ്മുടെ ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്തെങ്കിലും റീസൺ ഇല്ലാതെ ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനുള്ള അവകാശം ഇല്ല. ദെൻ ഇക്വാലിറ്റി. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത് എല്ലാ കാര്യത്തിലും. അതായത് ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഇത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്. നിയമത്തിന് മുന്നിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിലും നമ്മളാണെങ്കിലും സെയിം കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശിക്ഷ ഉറപ്പാണ്. അതായത് എല്ലാവർക്കും, പണക്കാരനും പാവപ്പെട്ടവനും, ഏത് റിലീജിയനിലുള്ള ആളാണെങ്കിലും ഏത് കാസ്റ്റിലുള്ള ആളാണെങ്കിലും എല്ലാവർക്കും ഇക്വാലിറ്റി ഉറപ്പാക്കണം. ദെൻ ഫെർട്ടേണിറ്റി, സാഹോദര്യം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിലെ മെമ്പേഴ്സാണ്, ഇന്ത്യ എന്ന രാജ്യത്തിലെ മെമ്പേഴ്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ എല്ലാവരെയും ഒരേപോലെ കണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇൻറ്റിഗ്രിറ്റിയൊക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. ദെൻ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരു കാര്യവും കൂടിയുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ റിജിഡുമാണ്. അതായത് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. അതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ IT ആക്ട് ഒക്കെ വന്നു, അല്ലെങ്കിൽ ഓരോ ടൈമിലും ഓരോ അമെൻമെൻറ്റ്സ് വരാറുണ്ട്. ഇത്രയും വർഷം മുമ്പുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ നിയമങ്ങളിലെല്ലാം ഭേദഗതി വരുത്താൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ച് ഭേദഗതികൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാണ്ട് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണും, അതോടെ പ്രസ് ചെയ്തേക്കുക. താങ്ക്